ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ കോർഡിനേറ്റ് ജോമെട്രിയിൽ പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് പി ഓഫ് എക്സ് വൈ ഫ്രം എ 5 1 ബി മൈനസ് 1 5 ആർ ഈക്വൽ ദെൻ പ്രൂവ് ദാറ്റ് 3x ഇസ് ഈക്വൽ ടു 2y. അപ്പോൾ ഇവിടെ നമ്മൾ പി ഓഫ് എക്സ് വൈ ഇവിടെയാണ് എ, ഇത് ബി. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിലാണുള്ളത്, അതായത് പി എ ഈക്വൽ ടു പി ബി ആണ്. എയുടെ പോയിന്റ് 5 1, ബി എന്ന് പറയുന്നത് -1 5. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ പി എ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ എന്ന് തന്നതുകൊണ്ട് പി എ ഈക്വൽ ടു പി ബി ആയി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് x മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ x മൈനസ് ഓഫ് മൈനസ് പ്ലസ് 1 ആയി, x പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 5 ഹോൾ സ്ക്വയർ എന്നാണ്. ഇനി ഇത് സ്ക്വയർ റൂട്ട് പോകാൻ വേണ്ടി സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് x മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു x പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 5 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇതിനെ a മൈനസ് ബി ഹോൾ സ്ക്വയറും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 25 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 1 ഈക്വൽ ടു, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 10y പ്ലസ് 25 എന്ന് കിട്ടി. ഇനി ഇതിൽ നമുക്ക് എക്സ് സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി, അതുപോലെ വൈ സ്ക്വയർ ക്യാൻസലായി, പ്ലസ് 25 ഇവിടെയുണ്ട്, ഇവിടെ ഒരു പ്ലസ് 25 ക്യാൻസലായി. ഇനി പ്ലസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസലായി. നമുക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? മൈനസ് 10x മൈനസ് 2y ഈക്വൽ ടു, ഇവിടെ 2x മൈനസ് 10y ആണുള്ളത്. അപ്പോൾ ഇത് എക്സിന് ഒരു സൈഡിൽ വൈ ഒരു സൈഡിലേക്ക് മാറ്റാം. നമുക്ക് 10x മൈനസ് 10x, 2x ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 2x ഈക്വൽ ടു മൈനസ് 10y മൈനസ് 2y ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 2y. അപ്പോൾ ഇതെന്തായി മാറി? മൈനസ് 12x ഈക്വൽ ടു മൈനസ് 8y. അപ്പോൾ മൈനസ് രണ്ട് സൈഡിലുള്ളത് കൊണ്ട് ക്യാൻസലായി. നമുക്കിതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്താണുള്ളത്? 4 ഉണ്ട്. അപ്പോൾ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3x is equal to 2y. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 3x is equal to 2y എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, എ ലൈൻ ഇന്റർസെക്ട്സ് ദ y ആക്സിസ് ആൻഡ് x ആക്സിസ് അറ്റ് ദ പോയിന്റ്സ് p and q respectively. If 2 minus 5 is the midpoint of PQ, then find the coordinates of P and Q. അപ്പോൾ ഇവിടെ ലൈൻ ഇന്റർസെക്ട് y ആക്സിസിൽ P എന്ന പോയിന്റിലും x ആക്സിസിൽ Q എന്ന പോയിന്റിലും ഇന്റർസെക്ട് ചെയ്യുന്നു. അതിൻ്റെ മിഡ് പോയിന്റ് 2 മൈനസ് 5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് പിയും ക്യൂവും കാണാനാണ്. അപ്പോൾ നമ്മൾ ലെറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി ബി. പി നമുക്ക് എങ്ങനെ y ആക്സിസിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ x 0 ആയിരിക്കും. അപ്പോൾ 0 y ആയിരിക്കും അതിൻ്റെ കോർഡിനേറ്റ്സ്. അതുപോലെ കോർഡിനേറ്റ്സ് ഓഫ് q ബി എന്തായിരിക്കും? q x ആക്സിസിലാണ് കട്ട് ചെയ്യുന്നത്. x ആക്സിസ് കട്ട് ചെയ്യുമ്പോൾ y 0 ആയിരിക്കും, x 0 ആണ്. ഇനി നമുക്ക് മിഡ് പോയിന്റ് ചെയ്യാം. മിഡ് പോയിന്റ് എന്ന് പറയുന്നത് x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2 y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2. ഇതാണ് മിഡ് പോയിന്റ്. അപ്പോൾ ഈ മിഡ് പോയിന്റ് ഏതാണ്? ഈക്വൽ ടു 2, -5 ആണ്. ഇവിടെ x1 y1, ഇത് x2 y2, അതിൻ്റെ പോയിന്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? 0 y-ഉം x 0. അപ്പോൾ x1 പ്ലസ് x2 0 പ്ലസ് x ഡിവൈഡ് ബൈ 2 പ്ലസ് y പ്ലസ് 0 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 2 മൈനസ് 5, 2, -5 കിട്ടി. അപ്പോൾ x ബൈ 2, 0 പ്ലസ് x എന്ന് പറയുന്നത് x ബൈ 2 ഈക്വൽ ടു 2.
എക്സ് ഇത് വൈക്ക് ഇത് കൊടുക്കുക. അപ്പോൾ x/2 = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = 4 എന്ന് കിട്ടി. അതുപോലെ ഇവിടെ y/2 = -5. അപ്പോൾ y എന്ന് പറയുന്നത് എന്താണ്? -10. അപ്പോൾ എക്സും വൈയും എന്താണ് നമുക്ക് കിട്ടി? എക്സ് 4 ആണ് കിട്ടിയിട്ടുള്ളത്, y -10 ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കോർഡിനേറ്റ്സ് ഓഫ് പി ആൻഡ് ക്യൂ ആണ് കാണുന്നത്. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. അവിടെ y എന്ന് പറയുന്നത് എടുത്തെഴുതുക. കോർഡിനേറ്റ്സ് ഓഫ് പി ഈക്വൽ ടു എന്താണ് വരുന്നത്? y -10 ആണ്. അപ്പോൾ 0 -10 എഴുതി. അതുപോലെ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് എക്സ് എത്രയാണ്? എക്സ് 4 ആണ്, y 0. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് ഇതാണ്. പിയും ക്യൂവും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. പി എന്ന് പറയുന്നത് 0 y ആയതുകൊണ്ട് വൈയുടെ വാല്യൂ കൊടുക്കുക -10. അതുപോലെ ക്യൂ എന്ന് പറയുന്നത് എക്സും 0 ആണ്. എക്സിന് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 4 0. അപ്പോൾ പോയിന്റ്സ് കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് റേഷ്യോ ഡസ് ദ പോയിന്റ് 24/11 y ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് p 2 - 2 ആൻഡ് q 3,7. അപ്പോൾ ഏത് റേഷ്യോയിലാണ്? അതായത് m1:m2 എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് y. വൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ലെറ്റ് പോയിന്റ് ആർ, നമ്മൾ ആറിന് കൊടുത്തു, ഈ പോയിന്റിന് ആറിന് കൊടുത്തു. ആർ ഡിവൈഡ്സ് പി ക്യൂ ഇൻ ദ റേഷ്യോ k:1. k:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്. ലെറ്റ് ദ പോയിന്റ് ആർ ഡിവൈഡ്സ് പി ക്യൂ ഇൻ ദ റേഷ്യോ k:1. അപ്പോൾ ആർ ഈക്വൽ ടു നമ്മുടെ സെക്ഷൻ ഫോർമുല എന്താണ്? m1x2 + m2x1 ഡിവൈഡ് ബൈ x1 + x2 m1y2 + m2y1 ഡിവൈഡ് ബൈ m+, അതായത് m1 + m2 ആണ്, m1 + m2. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻ ഫോർമുല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ആർ എന്ന് പറയുന്നത് എന്താണ്? 24/11 y ആണ് ആർ. അതിൽ m1 ഇത് x1 y1, ഇത് x2 y2 എന്ന് കൊടുക്കുക. x1 y1, ഇത് x2 y2. അപ്പോൾ m1 എന്ന് പറയുന്നത് k ഇൻറ്റു x2 എത്രയാണ്? 3 പ്ലസ് m2 എന്ന് പറയുന്നത് 1, m2 x1 2 ഡിവൈഡ് ബൈ k + 1 m1 + m2. ഇവിടെ അതുപോലെ k ഇൻറ്റു 7 പ്ലസ് 1 ഇൻറ്റു -2 ഡിവൈഡ് ബൈ k + 1. നമുക്ക് ആദ്യം k:1 എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ഇത് എക്സ്, ഇത് വൈ ആണ്. അപ്പോൾ എക്സിന് ഇവിടെ എന്താണ്? 24/11. അപ്പോൾ 24/11 = 3k + 2 ഡിവൈഡ് ബൈ k + 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 24 × k + 1 = 11 × 3k + 2. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 24k + 24 = 33k + 22 എന്ന് കിട്ടി. ഇനി നമുക്ക് k ഒരു സൈഡിലും കോൺസ്റ്റന്റ് ടേം ഒരു സൈഡിലും ആക്കാം. അപ്പോൾ ഇവിടെ 33k - 24k = ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 24 - 22. അതായത് ഇവിടെ 9k = 2, k = 2/9. അതായത് k:1 = 2:9. നമുക്ക് റേഷ്യോ കിട്ടുന്നത് 2:9 ആണ്. ഇനി ഇതിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്? ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് y. അപ്പോൾ ഇത് = y എന്ന് കൊടുക്കുക. കെയുടെ പ്ലേസിൽ കെയുടെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് y എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ y കണ്ടുപിടിക്കാം. y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം 7k - 2 ഡിവൈഡ് ബൈ k + 1 = എത്രയാണ്? y. 7 × k എത്രയാണ്? 2/9 -2 ഡിവൈഡ് ബൈ 2/9 + 1 = y. അപ്പോൾ ഇതിൽ 14/9 ക്രോസ് മൾട്ടിപ്ലൈ 14 - 18 ഡിവൈഡ് ബൈ 9 വരും. ഇവിടെ 2
പ്ലസ് 9 ഡിവൈഡ് ബൈ 9 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 9 ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഡിവൈഡ്. അപ്പോൾ ഈ 9 ഈ 9 ക്യാൻസൽ ആവും y. അപ്പോൾ ഇവിടെ -4/11 ഈക്വൽ ടു y. അപ്പോൾ y എന്ന് പറയുന്നത് -4/11. റേഷ്യോ എത്രയായിരുന്നു കിട്ടിയത്? k:1 ഈക്വൽ ടു 2:9. ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ട്രയാങ്കിൾ എ ബി സി വേർ എ -2, 0, b 20, c 02 ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ വേർ പി -40, q 40, r 04 ആർ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ ബി സി എന്നുള്ള ഒരു ട്രയാങ്കിളും എ ബി സി, എയുടെ പോയിന്റ് -2, 0, ബി എന്ന് പറയുന്നത് 20, c 02, അതുപോലെ പി ക്യു ആർ പി എന്ന് പറയുന്നത് -40, q എന്ന് പറയുന്നത് 4004. അപ്പോൾ ഇത് സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ, സൈഡ്സിൻ്റെ റേഷ്യോ നോക്കുക. പ്രൊപ്പോർഷണൽ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സിമിലർ ട്രയാങ്കിൾ എന്ന് പറയാം. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് എ ബി എന്ന് പറയുന്നത് √(x2 - x1) ഹോൾ. അപ്പോൾ 2 - 2 എന്ന് പറയുന്നത് 2 + 2 സ്ക്വയർ പ്ലസ് 0 -0 ആണ്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് 4 സ്ക്വയർ ആണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16, 4. ഇപ്പോൾ 4 എന്ന് കിട്ടി. അടുത്തത് ബി സി എന്ന് പറയുന്നത് 0 - 2 സ്ക്വയർ പ്ലസ് 2 - 0 സ്ക്വയർ. അപ്പോൾ എന്താണ് വരുന്നത്? 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 + 4. 4 + 4 എന്ന് പറഞ്ഞാൽ √8. √8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√2 ആണ് കിട്ടുന്നത് ബി സി. ഇനി സി എ എന്ന് പറയുന്നത് എന്താണ്? 0 - -2 എന്ന് പറയുന്നത് 0 + 2 സ്ക്വയർ പ്ലസ് 2 - 0 സ്ക്വയർ. അപ്പോൾ അതും നമുക്ക് എന്താണ് കിട്ടുന്നത്? √2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ്. അപ്പോൾ 4 + 4 8, √8 എന്ന് പറയുന്നത് 2√2 ആണ് കിട്ടുന്നത്. ഇനി അതുപോലെ പി ക്യു ആർ എന്ന ട്രയാങ്കിളിൻ്റെ അത് കണ്ടുപിടിക്കുക. പി ക്യു കാണുക. പി ക്യു എന്ന് പറയുന്നത് 4 - 4 -4 എന്ന് പറയുമ്പോൾ x2 - x1 ആണ്. അപ്പോൾ x2 4 -of പ്ലസ് സ്ക്വയർ പ്ലസ് 0. അവിടെ നമുക്ക് എന്താണ്? 4 + 4 8 സ്ക്വയർ. 8 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം √64 ആണ്. √64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കിട്ടി. ഇനി ക്യു ആർ കണ്ടുപിടിക്കുക. ക്യു ആർ എന്ന് പറയുന്നത് 0 - 4 സ്ക്വയർ പ്ലസ് 4 - 0 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താണ് കിട്ടുന്നത്? 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അതായത് 16. √16 + 16 ആണ്. 16 + 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √32 ആണ്. √32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? 32നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി. 2 ഇവിടെ 1 16. അപ്പോൾ 4√2 ആണ് വരിക. 4 4s are 16. അപ്പോൾ 4√2 ആണ് 32 എന്ന് പറയുന്നത്. 4√2. ഇനി അടുത്തത് ക്യു ആർ പി ആർ കണ്ടുപിടിക്കുക. പി ആർ എന്ന് പറയുന്നത് 0 + 4 സ്ക്വയർ പ്ലസ് 4 - 0 സ്ക്വയർ ആണ് വരുന്നത്. അതെന്ത് തന്നെയാണ് കിട്ടുന്നത്? 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അതായത് √32. √32 എന്ന് പറയുന്നത് 4√2. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ്സ് നോക്കുകയാണെങ്കിൽ എ ബി 4 ആണ്. പി ക്യു എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 8. നേരെ ഡബിളായി. അതുപോലെ ക്യു ആർ എന്ന് പറയുന്നത് ബി സി 2√2 ആണ്. ക്യു ആർ എന്ന് പറയുന്നത് 4√2 ആണ്. അതുപോലെ സി എ എന്ന് പറയുന്നത് 2√2 ആണ്. പി ആർ എന്ന് പറയുന്നത് 4√2 ആണ്. നേരെ ഡബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദെർഫോർ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാം. അപ്പോൾ രണ്ട് സെയിം പ്രൊപ്പോർഷനിലാണ്. എല്ലാം 1/2 റേഷ്യോ. പി ക്യു ആർ ഡബിൾ ആണ്. എ ബി സി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഡബിൾ ആണ് പി ക്യു ആർ. അതുകൊണ്ട് അത് സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്